മറ്റൊരു പ്രധാനപ്പെട്ട മുന്നണി എന്നുള്ളത് UDF ആണ്. UDFിൽ തന്നെ കോൺഗ്രസ്, UDFിനെ നയിക്കുന്ന കോൺഗ്രസ് എന്നുള്ളതാണ്. അതിനകത്ത് പലതരത്തിലുള്ള വലിയ തരത്തിലുള്ള ഉൾപോര് നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ തലയെണ്ണിയാൽ അവിടെ ഭൂരിപക്ഷം ഒപ്പം ഏറ്റവും കൂടുതൽ ആളുകളെ ഉറപ്പിച്ചു നിർത്തിയാണ് KC വേണുഗോപാൽ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ പിടിമുറുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 20-ൽ താഴെ മാത്രം ആളുകളാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയപ്പെടാവുന്നത്. കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തുന്ന ചില അസസ്മെൻ്റാണ്. 10-ൽ താഴെ മാത്രമാണ് VD സതീശന് ഒപ്പം നിൽക്കുന്നവരായി കാണാൻ കഴിയുന്നത്. ഇതാണ് ആ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. സാലി മുഹമ്മദിലേക്ക് പോയാൽ കൊച്ചിയിൽ നിന്ന് സാലി കൂടി ചേരുന്ന സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടവും പിന്നിട്ട് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ സാലി എങ്ങനെയാണ് കേരളത്തിലെ UDF നേതൃത്വം, വിശേഷിച്ച് കോൺഗ്രസ് നേതാക്കൾ അസസ് ചെയ്യുന്ന UDFിൻ്റെ പൊട്ടൻഷ്യലിനെ സംബന്ധിച്ച്? മുഖ്യമന്ത്രി നിരന്തരമായി കേരളത്തിൻ്റെ മാറ്റത്തെ സംബന്ധിച്ച് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വോട്ടർമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ UDF ഇത് ആഗ്രഹിക്കുന്നതേയില്ല. അത് ഒരു പ്രശ്നമാണോ UDFിനെ സംബന്ധിച്ച്? 2, സ്ഥാനാർത്ഥികളുടെ അപരിചിതത്വം മണ്ഡലങ്ങളിൽ. അപ്പുറത്ത് പൊതുസ്വീകാര്യതയുള്ള സിറ്റിംഗ് MLA മാർ നിൽക്കുന്നു. സിറ്റിംഗ് MLA മാർ നല്ല നിലയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരു പൊതു അന്തരീക്ഷം നിൽക്കുന്നു. ആ മതിപ്പ് അവർക്ക് ബഹുഭൂരിപക്ഷം LDF MLA മാർക്കുമുണ്ട്. ഇത് UDFിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ടോ, ബാധിച്ചിട്ടുണ്ടോ? കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രചാരണ രംഗത്ത് ഇത്തവണ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് ആ സ്ഥാനാർത്ഥി അവിടെ വന്ന് പരിചയപ്പെട്ട് എല്ലാം വരുമ്പോഴേക്കും അതിനുള്ള സമയമുണ്ട്. അപ്പോൾ ചിറയൻകീഴ് രമ്യ ഹരിദാസ് എത്ര ദിവസം പ്രചാരണ രംഗത്തേക്ക് കിട്ടി? അമ്പലപ്പുഴ സീറ്റ് മോഹിച്ച് നടന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ലിജു പിന്നീട് ഏറ്റവും ഒടുവിൽ വന്നത് കായംകുളത്തേക്കാണ്. അദ്ദേഹം ആ മണ്ഡലത്തിൽ മുമ്പ് മത്സരിച്ച് തോറ്റയാളാണ്. അവിടേക്ക് എന്നാലും പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പുള്ള കാലത്തും ആ മണ്ഡലത്തിൽ അങ്ങനെ സജീവമായിരുന്നില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്, എവിടെയെങ്കിലും മത്സരിക്കാൻ ഒരു സീറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അങ്ങനെയും കോൺഗ്രസ്സിലൊരു ശൈലിയുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ എവിടെ എത്തി നിൽക്കുന്നു? ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നു എന്നൊരു തോന്നൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ടോ? വസ്തുതാപരമായി വിലയിരുത്തുന്ന നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് സാലി? ശരത്ത്, നമുക്കറിയാം ഏത് തെരഞ്ഞെടുപ്പിലും ജനവിധി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പൊളിറ്റിക്കൽ, രാഷ്ട്രീയവും രാഷ്ട്രീയേതരവുമായ വോട്ടുകൾ എന്ന് രണ്ടായി തിരിച്ചാൽ, രാഷ്ട്രീയ വോട്ട് നമുക്കറിയാം ഇടതുതൊട്ട് വലതൊട്ട് കുറച്ച് BJP വോട്ട്, അത് അതാത് പെട്ടികളിൽ വീഴും. മറ്റ് ഘടകങ്ങളെ, ഫലങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയേതര വോട്ടുകളാണ്, നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വോട്ടുകൾ. അത് ഏത് വിഷയം സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയേതര വിഷയം വികസനവും ക്ഷേമവുമായി വന്ന ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി, പ്രതിസന്ധിയായി UDF മണക്കുന്നതും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പലപ്പോഴും പലതരത്തിലെ അടിയൊഴുക്കുകൾ, ജാതി മതചിന്തകൾ, പ്രാദേശിക പ്രശ്നങ്ങൾ, വിഭാഗീയത അടക്കം പല പ്രശ്നങ്ങളും ഈ രാഷ്ട്രീയേതര വോട്ടുകളെ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരു സർക്കാർ 10 വർഷക്കാലം നടത്തിയ വികസന പദ്ധതികൾ, ഏറ്റവും സാധാരണക്കാരെ ചേർത്ത് നിർത്തിയ ക്ഷേമ പദ്ധതികൾ, ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യമായി തെരഞ്ഞെടുപ്പ് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് അതിനെ മറയ്ക്കാൻ, ഈ വിവാദങ്ങളിലേക്ക് ഓരോ ദിവസവും കൊണ്ടുപോകാൻ പ്രതിപക്ഷ നേതാവൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവിന് പോലും ഇപ്പൊ ശരത്ത് നേരത്തെ സൂചിപ്പിച്ച സ്ഥാനാർത്ഥികളുടെ അപരിചിതത്വം ഒരു പ്രശ്നമാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം. അത് അവരുടെ കോൺഗ്രസിന്റെ ഈ ഗ്രൂപ്പ് ബലാബലത്തിൽ വന്ന മാറ്റമൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ സ്ഥാനാർത്ഥികളുടെ അപരിചിതത്വം ഒരു ഘടകമാണ് എന്ന് ശരത്ത് പറഞ്ഞതിനപ്പുറം ഉണ്ട് ഒരു കാര്യം. ഇപ്പൊ നേരത്തെ സന്തോഷ് കണ്ണൂരിൽ നിന്ന് പറഞ്ഞത് സണ്ണി ജോസഫ് പേരാവൂര് വളരെ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നു, പുറത്തു പോയിട്ടേ ഇല്ലാന്ന്. സമാന സ്ഥിതി വർഷങ്ങളായി പറവൂരിൽ ജയിച്ചു വരുന്ന VD സതീശൻ ഇവിടെ നേരിടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 ദിവസമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് പോലും VD സതീശൻ പറവൂരിൽ നിന്ന് പോയിട്ടില്ല. സാലി പറഞ്ഞത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ പ്രേക്ഷകരോട് സംസാരിക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം ഞാനും സാലിയും തമ്മിൽ ഓരോ ദിവസവും നേതാക്കൾ എവിടെയൊക്കെയാണ്, അതിനനുസരിച്ച് വാർത്തയുടെ ഭാഗമായി ഇവരെയൊക്കെ കാണേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഞാൻ സാലി മുഹമ്മദിനെ കൊച്ചിയിലേക്ക് വിളിക്കുമ്പോൾ ഇന്നലെ അതാണ് സാലി ഉദ്ദേശിച്ചത്, അടൂരിലാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം. അപ്പോഴും രാവിലെ VD സതീശൻ പറവൂരിലുണ്ട്. അദ്ദേഹത്തിന് മണ്ഡലം വിട്ടു പോകാൻ കഴിയാത്ത വിധം കൂടുതൽ ദിവസങ്ങൾ, കൂടുതൽ സമയം അവിടെ
പ്രവർത്തിക്കേണ്ടതായി വരുന്നു. ഞാൻ ഒരു വീഡിയോ കൂടി കണ്ടു സാലി മുഹമ്മദ്, അതായത് ഏതോ ഒരു ചെറുപ്പക്കാരൻ, ഒരു വ്ളോഗറാണ്. ആ വ്ളോഗർ ഇങ്ങനെ പോകുമ്പോൾ പറവൂരിൽ വെച്ച് ടൈസൺ മാസ്റ്ററെ കാണുന്നു. അപ്പോൾ വേഗം കൈ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അയാളുടെ കാറിൽ, ആ ചെറുപ്പക്കാരൻ ആ കാറിൽ നിന്ന് ഒരു ടോയ്, ഒരു കാറിൻ്റെ കളിപ്പാട്ടം, ഒരു ടോയ് എടുത്ത് ടൈസൺ മാസ്റ്റർ കൊടുക്കുന്നു. അദ്ദേഹം അമ്പരന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കൈ കൊടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും വലിയ അറിവില്ല, പക്ഷേ നിങ്ങളൊരു ഗംഭീര കക്ഷിയാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ച് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഒരു കാലത്തും നടക്കില്ല എന്ന് വിചാരിച്ച പാലം കൊടുങ്ങല്ലൂരിൽ ചെയ്തതും അവിടെ വന്ന് വരുത്തിയ മാറ്റത്തെക്കുറിച്ചും ആ പാലത്തിൻ്റെ വലിയ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. ഇയാൾ പറയുകയാണ്, ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് പറവൂരിനെ കുറിച്ച്, ഈ കക്ഷി ചില്ലറ കക്ഷിയല്ല കേട്ടോ എന്ന് പറയുന്നൊരു വീഡിയോ വളരെ വൈറലായി ഇങ്ങനെ സാന്ദർഭികമായി കാണാനിടയായി. അതുകൊണ്ടൊക്കെ തന്നെ ആവണം മണ്ഡലത്തിൽ എല്ലാ ദിവസവും കൂടുതൽ സമയം രാവിലെ മുതൽ ഏതാണ്ട് ഉച്ച വരെ എന്ന മട്ടിൽ വി ഡി സതീശൻ അവിടെ തുടരേണ്ടി വരുന്നുണ്ട് അല്ലേ? ഉച്ചവരെ അല്ല, മുഴുവൻ സമയവും സതീശൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ എന്നുള്ളൊരു പ്രശ്നമാണ്. അതിൻ്റെ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, അവിടെ ഒരു വികസനം നടന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുത. മറ്റൊന്ന്, എതിർ സ്ഥാനാർത്ഥിയായി വന്ന ടൈസൺ മാസ്റ്റർ കയ്പമംഗലത്തും മറ്റും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ചരിത്രം തൊട്ടടുത്ത് കിടക്കുന്ന കാര്യം. തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയാണെങ്കിലും അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ അവിടെ നടന്നത് പറവൂരുകാർക്കറിയാം, ഇവിടെ നടക്കാത്തത് കയ്പമംഗലംകാർക്കും അറിയാം. അതാണ് വസ്തുത. അപ്പോൾ പറവൂരിൽ നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ പറവൂരുകാരെ സംബന്ധിച്ചിടത്തോളം ചർച്ചയായിട്ടുണ്ട്. അവിടെ സതീശൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നത് ആ കെട്ടിടം ഒരു കോടതി കോംപ്ലക്സ് ഒക്കെ ഇരിക്കുന്ന കെട്ടിടമാണ്. കേരളത്തിൽ ഒരു നഗരത്തിലും ഉണ്ടാവില്ല അത്രയും പഴകിയ ഒരു കെട്ടിടം. ഒരു സർക്കാർ ഓഫീസും അത്ര ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടവും, അത്ര മോശപ്പെട്ട ഒരു കെട്ടിടം മറ്റൊരു മണ്ഡലത്തിലും ഉണ്ടാവില്ല. അത് തൊട്ടടുത്ത് UDFൻ്റെ തന്നെ MLA-മാരാണ് ചുറ്റുവട്ടത്തും. ആ എല്ലാ മണ്ഡലങ്ങളിലും റവന്യൂ സിവിൽ സ്റ്റേഷനിൽ, റവന്യൂ ടവർ, കോടതി സമുച്ചയങ്ങളെല്ലാം ഈ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ പറവൂരിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഒരു നിർമ്മാണ പ്രവർത്തനവും ഒരു വികസനവും അവിടെ നടന്നിട്ടില്ല എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്ന് വന്ന മാറ്റമാണ്. VD സതീശൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ കുറച്ചാളുകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പായി യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഇപ്പോൾ എറണാകുളം ജില്ലയാണ് സതീശൻ്റെ തട്ടകം. DCC പ്രസിഡൻ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ആളാണ്, സീറ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ KC വേണുഗോപാൽ ഇടത്തട്ട് നേതാക്കന്മാരെ ഒന്നാകെ തന്നിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലർക്കും സീറ്റും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഈ MLA-മാർ മത്സരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും KC വേണുഗോപാലിൻ്റെ ആളുകളാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് തട്ട് വരെ ഈ KC വേണുഗോപാൽ തൻ്റെ സ്വാധീനം താഴേക്ക് നീട്ടിയിട്ടുണ്ട് എന്നത് അജ്ഞാതമാണ് സതീശനെ സംബന്ധിച്ചിടത്തോളം. അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് ഇടകലർന്നിങ്ങനെ കിടക്കുക. അപ്പോൾ ഈ എൻ്റെ കൂടെ മുഴുവൻ സമയം വരണ ഇവൻ KC വേണുഗോപാലിൻ്റെ ആളാണോ എന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന കോൺഗ്രസ് നേതാവിനെ കുറിച്ച് പോലും സതീശന് സംശയമുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ പൊതു സാഹചര്യം. അപ്പം കോൺഗ്രസ് അംഗത്തിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ KC വേണുഗോപാൽ ഉണ്ടാക്കിയ സ്വാധീനം, മറ്റൊന്ന് അവിടെ നടക്കാത്ത വികസനം, ഇത് രണ്ട് സതീശനെ അവിടെ തളച്ചിടുന്നു. പിന്നെ എതിർ സ്ഥാനാർത്ഥിയുടെ മികവും ഒരു പ്രധാന ഘടകമാണ്. ഇതെല്ലാം ചേർക്കുമ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുണ്ട്. ഇത് തന്നെയാണ് കേരളത്തിൽ, ഇപ്പം മധ്യ കേരളത്തിലാകെ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളുടെ കാര്യത്തിലും നമ്മൾ നിരന്തരം പറയുന്ന വികസന ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലും UDF നേരിടുന്ന പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ വോട്ട് അത് പെട്ടികളിൽ വീഴും. നോൺ പൊളിറ്റിക്കൽ വോട്ട് ഇപ്പോൾ കുറച്ച് അധികമുണ്ട്. ആ നോൺ പൊളിറ്റിക്കൽ വോട്ടിനെ സ്വാധീനിക്കുന്ന അടിയൊഴുക്കുകളാണ് എപ്പോഴും തെരഞ്ഞെടുപ്പിനെ ഫലത്തെ അന്തിമമായി നിർണ്ണയിക്കുക എന്നുള്ളത്. അപ്പം അത് ചില മണ്ഡലങ്ങളിൽ, കണ്ണൂർ പോലുള്ള മണ്ഡലങ്ങളിൽ CPM-ന് ഇപ്പോൾ എത്രയാണെങ്കിലും പൊളിറ്റിക്കൽ വോട്ട് കൊണ്ട് തന്നെ ജയിക്കാം. ലീഗിന് മലപ്പുറത്ത് ജില്ല മണ്ഡലങ്ങളിൽ പൊളിറ്റിക്കൽ വോട്ടുകൾ കൊണ്ട് ജയിക്കാം. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും നോൺ പൊളിറ്റിക്കലായ വോട്ടുകളിൽ സംഭവിക്കാവുന്ന അടിയൊഴുക്കുകളാണ് പ്രധാന ഘടകം. ആ അടിയൊഴുക്കുകൾ സ്വാധീനിക്കുക ഏറ്റവും പ്രധാനമായി ഇക്കുറി വികസനം തന്നെയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. വികസനം ചർച്ച ചെയ്യണം എന്ന് CPM-ഉം മുഖ്യമന്ത്രിയും ആവശ്യപ്പെടുന്നതും ആ തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ്. വികസനം ചർച്ച ചെയ്യരുത് എന്ന് UDF-ഉം VD സതീശനും ചില മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നതും അതേ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ വികസനം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അത് തന്നെയായിരിക്കും ഈ നോൺ പൊളിറ്റിക്കൽ വോട്ടുകളുടെ അടിയൊഴുക്കുകളെ സ്വാധീനിക്കുക. അതാണ് LDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെയും സാലി പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ വോട്ട് ഫോർ കേരളം എന്നുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളായി ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അത് വികസനം എന്നുള്ളതാണ്, ജനക്ഷേമം എന്നുള്ളതാണ്. അത് നാളിതുവരെ ഇല്ലാത്തവണ്ണം തുടർഭരണം ഒരു അനുഭവമായി മാറിയപ്പോൾ ആ തുടർഭരണം എന്നത് കേവലം ഒരു മേനിപറച്ചിൽ മാത്രമായിരുന്നില്ല എന്നും ജീവിതത്തിൽ ഭരണത്തിലൂടെ എങ്ങനെ അത് ആ നിലയിൽ പ്രതിഫലിപ്പിക്കാം എന്നതുമൊക്കെ കണ്ട കാലമാണ്. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് നല്ല ഡിബേറ്റ് ഉണ്ടാകും. അതിൽ തർക്കിക്കാനും അതിനെ ചലഞ്ച് ചെയ്യാനും
കഴിയാത്ത വിധം അതിന് വളരെ മികവോടെ സർക്കാരിന് പ്ലേസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇക്കാര്യത്തിൽ. അതിൻ്റെ ആത്മവിശ്വാസം മുഖ്യമന്ത്രിയുടെ ഓരോ ദിവസത്തെയും പ്രചാരണ പരിപാടികളിൽ കാണാം. അതിനെ ആ നിലയിൽ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയാണ്. സാലി, ഇതിലൊരു പ്രധാന കാര്യം വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വികസനം സാധ്യമാക്കിയതിന് പിന്നിലും ഒരു രാഷ്ട്രീയ പോരാട്ടമുണ്ട്. കാരണം രാജ്യത്ത് ഏറ്റവും അധികം വിവേചനം നേരിട്ട സംസ്ഥാനം കേരളം സാമ്പത്തികമായി. ഒരു ഫെഡറൽ സ്ട്രക്ചറിനകത്ത് ഒരു സഹകരണ ഫെഡറലിസത്തിന് ചേരാത്ത വിധം കേരളത്തെ സാമ്പത്തികമായി ഒരാൾക്കും തർക്കമില്ലാത്ത വിധം ഞെരുക്കി. അത്ര വലിയ ദുർഘടം പിടിച്ച സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടും നമ്മുടെ തന്നെ പബ്ലിക് ഓഡിറ്റ് എന്ന് പറയുന്ന പരിപാടിയിൽ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട് സാലി. അതായത് എല്ലാവരും പറഞ്ഞു ഒരു 3 വർഷമൊക്കെ ആകുമ്പോൾ ഇത് വീണുപോകും. കാരണം അത്ര വലിയ സാമ്പത്തിക ഞെരുക്കം, സാമ്പത്തിക ഉപരോധം കേന്ദ്രം തീർക്കുന്നു. 3 വർഷത്തിനുള്ളിൽ ഇത് വീണുപോകും. 4-ാം വർഷം മുതൽ പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒരു ടേക്ക് ഓഫിലേക്ക് പോകുന്നതാണ് കണ്ടത്. എന്ന് വെച്ചാൽ കേന്ദ്രം പണം തരാതിരിക്കുമ്പോൾ കേരളം പണം കണ്ടെത്താൻ ബദൽ വഴികൾ കണ്ടെത്തി എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിജയവും മാറ്റം. ഞാനതാണ് പറഞ്ഞത്, അതിലൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. ആ വികസനം സാധ്യമാക്കിയ രാഷ്ട്രീയ പ്രവർത്തനം, ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സർക്കാരിന് വിജയിക്കാൻ കഴിഞ്ഞു. ആ വിജയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും പ്രതിപക്ഷത്തിന് മേൽക്കൈ നേടാനാകാത്തതും അവരുടെ ഒരു പ്രതിബന്ധമാണോ? കാരണം മികച്ച പാർലമെന്റേറിയൻ എന്ന് UDF ക്യാമ്പുകൾ പറയുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തലയ്ക്കും അപ്പുറം മികച്ച ഒരു പ്രതിപക്ഷ നേതാവായി വരുന്നതോടെ കാര്യം മാറും എന്ന് പറഞ്ഞയിടത്ത് ആ മാർക്ക് നേടിയെടുക്കുക, ഒരു A+ വാങ്ങിയെടുക്കാൻ പ്രതിപക്ഷ നേതാവിന് സഭയ്ക്കകത്തും പുറത്തും കഴിഞ്ഞിട്ടുണ്ടോ? കോടതിയിലേക്ക് പോയ പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും സമ്പൂർണ്ണ പരാജയം നേരിടേണ്ടി വന്നതും ഒരു വലിയ വിലങ്ങുതടിയാണോ? അതായത് കോടതിക്ക് അകത്തും പുറത്തും ഒരേപോലെ പരാജയം നേരിട്ട ഒരു പ്രതിപക്ഷമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് കോടതിക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊന്നും കേരളത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. സമരമുഖങ്ങളിൽ പോലും കോൺഗ്രസിന് ആളെ അണിനിരത്താൻ കഴിയാത്തൊരു സാഹചര്യം, അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ അവരുടെ അണികളെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്തൊരു പ്രതിസന്ധിയുണ്ട്. പിന്നെ എങ്ങനെയാണ് കോടതിയെ കൺവിൻസ് ചെയ്യുക എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം കോടതികളിൽ നിന്ന് നിരന്തരം തിരിച്ചടി നേരിട്ടു എന്നുള്ളത് നിരന്തരം നമ്മൾ വാർത്ത പറയുന്നതാണ്. അതിനകത്തൊരു പുതുമയില്ല, ഇന്നും വന്നു ഒന്ന്. അതായത് തുടർച്ചയായി ഈ സർക്കാർ വന്നതിന് ശേഷം 10-15 പ്രധാനപ്പെട്ട വിഷയങ്ങൾ കോടതിയിലെത്തുകയും ആ എല്ലാ വിഷയങ്ങളിലും സർക്കാരിനൊപ്പം കോടതി നിൽക്കുകയും പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ ഹർജികളും തള്ളുകയും, അത് ഹർജി കൊണ്ടുവന്ന പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ തന്നെയാണ്. രമേശ് ചെന്നിത്തലയോ VD സതീശനോ ഒക്കെയാണ് നേരിട്ട് ഹർജി, മാത്യു കുഴൽനാടനോ ഒക്കെയാണ് ഹർജിക്കാരൻ. വെറുതെ ആരെങ്കിലും കൊണ്ട് കൊടുപ്പിച്ച ഹർജിയല്ല, നേരിട്ട് തന്നെ കൊടുത്ത് പോരാട്ടത്തിനിറങ്ങിയ ഹർജികളാണ്. ആ പോരാട്ടത്തിലെല്ലാം പരാജിതരായി പിൻവാങ്ങുകയാണ് കോടതി മുറിയിൽ നിന്ന് ഈ ആളുകൾക്കെല്ലാം നേരിടേണ്ടി വന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായ പിന്തുണയില്ലായ്മ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതൊരു പ്രശ്നമാണ്. കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടികൾ ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയം കൺവിൻസിംഗ് ആയി പബ്ലിക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥ പ്രതിപക്ഷത്തിനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ നോൺ പൊളിറ്റിക്കൽ വോട്ടുകളെ സ്വാധീനിക്കുന്ന അടിയൊഴുക്കുകളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഈ പൊളിറ്റിക്കൽ വോട്ടിലും മറ്റൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും 6, 16, 6, 11, 16, 21, 2006, 2011, 2016, 2021 ഈ 4 തെരഞ്ഞെടുപ്പുകളിലെയും ഫലം പരിശോധിച്ചു. 3 തവണ LDF ആണ് ജയിച്ചത്. ഒരു തവണ UDF ജയിച്ചത് 68-72. അതായത് 98, 68, 91, 99. ഇടതുമുന്നണി കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ സീറ്റുകളുടെ എണ്ണമാണിത്. അതിനർത്ഥം പൊളിറ്റിക്കലായി കേരളത്തെ തിരിച്ചാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഇടതുപക്ഷത്തെയാണ് എന്നൊരു വലിയ വെല്ലുവിളി അവർ നേരിടുന്നുണ്ട്. ആകെ ഒരു പ്രതിസന്ധി ഉണ്ടായത് 68-72. 2011 ഉമ്മൻചാണ്ടി നിസാര ഭൂരിപക്ഷത്തിന് 2 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സർക്കാരുണ്ടാക്കിയ ആ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. അപ്പം പൊളിറ്റിക്കൽ വോട്ടിൻ്റെ ഘടന പരിശോധിച്ചാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി 2006, 2011 പൊളിറ്റിക്കൽ വോട്ടിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. കോൺഗ്രസിന്റെ MLA-മാരുടെ എണ്ണം ക്രമാനുഗതമായി കുറയുകയാണ്. 2001 AK ആന്റണി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന MLA-മാരുടെ എണ്ണം പിന്നീട് അധികാരത്തിൽ വന്ന 2011, 2006 VS സർക്കാരായിരുന്നു. 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോഴും നേർപകുതി പോലെ കുറയുന്ന നിലയാണ് കോൺഗ്രസ് MLA-മാരുടെ കാര്യത്തിൽ സംഭവിച്ചത്. 16 പ്രതിപക്ഷത്താവുമ്പോൾ
വീണ്ടും കുറയുന്നു. ഇതാ ഇപ്പോൾ 20 മാത്രമാണ്, 21, 20 ആകുന്നു. അങ്ങനെ കുറഞ്ഞു വരികയാണ്. അതും വളരെ ഗൗരവമുള്ള ഒരു കോൺഗ്രസിന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന 71 ഒരു മാജിക് നമ്പറിലേക്ക് പോകണമെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റുകളിൽ ജയിക്കണം? അതൊരു പ്രതിസന്ധിയാണ്. 24, 38, 22, 21 ഇതാണ് കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്, UDF അല്ല, കോൺഗ്രസ് മാത്രം നേടിയ സീറ്റുകളുടെ എണ്ണം. 24, 38, 22, 21. ആ സീറ്റിൽ നിന്ന് വേണം ഇവർക്ക് 71 അല്ലെങ്കിൽ 72 എന്നുള്ള മാജിക്കിലേക്ക് എത്താൻ. അത് അസാധ്യമാണെന്ന തിരിച്ചറിവാണ് UDFനെ ഇപ്പോൾ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ടാണ് ഓരോ സീറ്റും 20,000, 21,000 ജയിക്കാമെന്ന ആത്മവിശ്വാസം നല്ലപോലെ UDFനുള്ള പറവൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ പോലും നിന്ന് ക്യാമ്പ് ചെയ്യാൻ നിന്ന് ക്യാമ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ VD സതീശനെ പോലുള്ള ഏറ്റവും അവർ യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പയിനറാണ്. കേരളത്തിൽ എല്ലായിടത്തും അദ്ദേഹമാണ് പോകേണ്ടത്. പക്ഷെ പോകാനേ കഴിയുന്നില്ല. കാരണം സ്വന്തം തട്ടകം ഉറപ്പാക്കാതെ അയൽവക്കത്തെ തട്ടകത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇവർക്ക് പറവൂർ ജയിക്കാതെ സതീശൻ തൊട്ടടുത്ത ആലുവയിൽ പോയി ജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടോ കാസർഗോഡോ കണ്ണൂരോ പോയി ജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല. അപ്പം സതീശനെ സംബന്ധിച്ചിടത്തോളം പറവൂർ സേഫാക്കുക എന്ന വെല്ലുവിളിയുണ്ട്. അത് തന്നെ സണ്ണി ജോസഫിനും പേരാവൂരുണ്ട്. അതേ പ്രതിസന്ധി പല നേതാക്കളും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ആ പ്രശ്നം തന്നെയാണ് UDFനെ അലട്ടുന്നത്. ബേസായി ഒരു അടിത്തറ UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സമീപകാലത്ത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നിയമസഭയിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ ഒന്നാമത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. അത് ഇത്രയൊന്നും വികസനം നടക്കാത്ത മുൻകാലങ്ങളിലും അതിന്റെ കൂടെയാണ് വലിയ വികസനം നടന്നതിന് ശേഷം അതെ, അതൊരു വലിയ ഘടകമായി മാറുന്നു. സാലി മുഹമ്മദ് പറഞ്ഞതുപോലെ വികസനം ഒരു അടിയൊഴുക്കും, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വലിയൊരു അടിയൊഴുക്കായി തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറുന്ന തെരഞ്ഞെടുപ്പ്. അത്തരമൊരു ഘട്ടത്തിൽ തുടർച്ചയായി മികവോടെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ LDF എന്ന് പറയുന്ന മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വികസനത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് കൂടി വരുമ്പോൾ അവരുടെ സീറ്റുകൾ കുറെ കൂടി ഭദ്രമാക്കി നിർത്താൻ അവരുടെ സിറ്റിംഗ് MLAമാരടക്കം, അതുപോലെ സിറ്റിംഗ് സീറ്റുകളിലെ പുതുമുഖ സ്ഥാനാർത്ഥികൾക്കടക്കം കഴിയുന്ന നില വരുന്നു. അല്ലെങ്കിൽ പുതുതായി മത്സരിക്കുന്ന ആളുകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. കോൺഗ്രസും UDFും ഏതൊക്കെ നിലകളിൽ ബുദ്ധിമുട്ടുന്നു, രാഷ്ട്രീയമായി അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്നതുകൂടിയാണ് ഇപ്പോൾ സാലി മുഹമ്മദ് സൂചിപ്പിച്ചത്.